ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു വീഡിയോൻ്റെ ഒരു ഫ്രെയിം മാത്രം ഫ്രീസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു വീഡിയോ സ്ലോ മോഷൻ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ സ്പീഡ് കൂട്ടാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നിലവിൽ ഇവിടെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഒരു നല്ല ഹെവി റെയിൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമുക്ക് ഫ്രെയിം, ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു രണ്ടാമത്തെ സെക്കൻഡിലുള്ള ഈ ഒരു ഫ്രെയിമിനെ എനിക്ക് ഫ്രീസ് ചെയ്യണമെന്ന് വിചാരിക്കുക, അതായത് അവിടെ സ്റ്റെക്കാക്കി നിർത്തണം എന്ന് വിചാരിക്കുക. അതിന് വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ വരും. ഇതിൽ ടൈം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ടൈമിൽ പോയി കഴിഞ്ഞാൽ ഫ്രീസ് ഫ്രെയിം എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ ഫ്രെയിം നമുക്ക് അവിടെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫ്രെയിമിനെ, അതായത് ഈ ഒരു ടോട്ടൽ വീഡിയോനെ ഈ ഒരൊറ്റ ഫ്രെയിമിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്തിട്ട് ഏത് ഇമേജ് ആണോ ഏത് ഫ്രെയിമാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഫ്രെയിമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ടൈം റീമാപ്പ് എന്ന് എഴുതിയിട്ട് ഏത് സെക്കൻഡിലാണ് നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 എന്ന് കാണാൻ പറ്റും. അതിനെ ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് നീക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുത്തിട്ട് പുതിയൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീസ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് കുറച്ച് സ്ലോ മോഷൻസും അതുപോലെ കുറച്ച് സ്പീഡ് കൂട്ടുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈമിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ടൈം സ്ട്രെച്ച് എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടൈമിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കതിനെ ചുരുക്കാനും ഒക്കെ നമുക്ക് പറ്റും. അതിനായിട്ട് ഇപ്പം നിലവിൽ ഈ ഒരു വീഡിയോ എത്രയാണോ മിനിറ്റ്സ് ഉള്ളത് അല്ലെങ്കിൽ സെക്കൻഡ്സ് ഉള്ളത് അത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു 200 കൊടുക്കുകയാണ്. 200 കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് 200% മാറിയത് കാണാൻ പറ്റും. അതായത് ഇത് അത്രയും സ്ലോ ആയിട്ടുണ്ടാവും എന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റെയിനൊക്കെ വളരെ സ്ലോ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും ഇത് വെച്ചുകൊണ്ട് നടക്കും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ടൈമിൽ പോകുന്നു, അതിനുശേഷം ടൈം സ്ട്രെച്ചിൽ പോകുന്നു, അതിനുശേഷം എന്ത് ചെയ്യാണ്, ജസ്റ്റ് 50 കൊടുക്കുകയാണ്. 50 കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്നും പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വളരെ സ്പീഡായിട്ടുണ്ട്, വളരെ സ്പീഡ് കൂടിയിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയെടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈമിനെ സ്ട്രെച്ച് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഭാഗം മാത്രം സ്ലോ മോഷൻ വേണമെങ്കിൽ അതിനായിട്ട് നമുക്ക് ടൈം റീമാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നിലവിൽ നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് ഞാൻ ജസ്റ്റ് 100ലേക്ക് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ടൈമിലേക്ക് വരുന്നു, അതിനുശേഷം എനേബിൾ ടൈം റീമാപ്പിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം വന്നിട്ടുണ്ട്, ഇവിടെ ടൈം റീമാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഏറ്റവും അവസാനവും ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു കീ ഫ്രെയിം അവിടെയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ എവിടെയാണോ നമുക്ക് ഏകദേശം ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കീ ഫ്രെയിം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സ്പീഡ് കൂട്ടണമെങ്കിൽ, ഇപ്പോൾ ഈ തുടക്കത്തിൽ ഈ ഒരു ഭാഗം നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ ഈ നടുവിലുള്ള കീ ഫ്രെയിമിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അവിടെ കൊണ്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തുടക്കത്തിൽ നല്ല സ്പീഡ് ഉണ്ടാവും, പിന്നെ സ്പീഡ് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ നല്ല സ്പീഡ് ഉണ്ട്, പിന്നെ സ്പീഡ് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നാലോ ഇനി തുടക്കത്തിൽ നമുക്ക് സ്ലോ മതി എന്നുണ്ടെങ്കിലോ ഇതിനെ ഈ ഏത് ഭാഗത്താണോ കൊണ്ടിടേണ്ടത് അവിടെ കൊണ്ടിടാം. അങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം മാത്രം സ്പീഡ് കൂടും, ബാക്കി സ്ഥലം നമുക്ക് സ്പീഡ് കുറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കീ ഫ്രെയിമിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ, അതായത് ഇപ്പോൾ ഈ ഒരു നടുവിൽ മാത്രം എനിക്ക് സ്ലോ ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, നടുവിൽ ആ കീ ഫ്രെയിം കൊണ്ടുവച്ചു. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു കീ ഫ്രെയിം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി ഏറ്റവും ചെറിയ ഭാഗത്താണ് കേട്ടോ സ്പീഡ് കൂടുക. അപ്പം ഇവിടെ നമ്മൾ ഇതാണല്ലോ ഇതിലെ ഏറ്റവും ചെറിയ ഭാഗം, ഈ 2 കീ ഫ്രെയിമിന് ഇടയിലുള്ള ഭാഗം. അപ്പോൾ അവിടെ മാത്രം എന്തായിട്ടുണ്ടാകും, സ്പീഡ് കൂടുകയും ബാക്കി സ്ഥലം സ്പീഡ് കുറയുകയും ചെയ്തിട്ടുണ്ടാകും. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ സ്പീഡ് കുറച്ച് കൂടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും, പിന്നെ സ്പീഡ് കുറയുന്നതും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈമിനെ നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ ഇതിൽ സ്ലോ മോഷൻസ് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നതും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഈ ഒരു ക്ലാസ് ഇതോടുകൂടെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.